ഹലോ ഫ്രണ്ട്സ്, കോഴി അടേൻ്റെ റെസിപ്പിയിലേക്ക് ഒന്ന് പോകാം. തലേ ദിവസമോ അല്ലെങ്കിൽ അന്നോ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കാം. ചിക്കനെ റോസ്റ്റ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. 3 സ്പൂൺ മൈദ ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറേശ്ശെ നോർമൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ച് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തിട്ടുള്ള മാവിനെ ഒന്നും കൂടെ കുഴച്ച് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. അതിൻ്റെ മുകളിൽ മൈദപ്പൊടി തന്നെ ഇട്ടിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നമ്മളെ കയ്യിൽ ഇതേപോലെ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൽ നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ഒരു മോൾഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുറച്ചധികം ദിവസം സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഞാനിത് പെട്ടെന്ന് കഴിക്കാനുള്ള രീതി ആയതുകൊണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല. പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കിതിനി കോഴിയാട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സിമ്പിളാണ്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.